ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിലെ കലാവധി അച്ചമ്മയ്ക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട് നമ്മുടെ സച്ചി വന്നിട്ടുണ്ട്. സച്ചി കൊണ്ടുവന്നേക്കണ ഗിഫ്റ്റ് എന്താ നിങ്ങളെല്ലാവരും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുവല്ലോ. അത് വേറെ ആരുമല്ല, കലാവധി അച്ചമ്മയുടെ ബാല്യകാല സുഹൃത്തുക്കളായ ദാക്ഷായണിയും കല്യാണിയുമാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ അച്ചമ്മ ആകെ സർപ്രൈസായി വണ്ടടിച്ചിട്ട് കല്ലു ദാച്ചു എന്ന് വിളിച്ചിട്ട് അവരെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. ഞാൻ നിങ്ങളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, വാ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ അകത്ത് കൊണ്ടുപോയി സോഫയിലിരുത്തി. അങ്ങനെ അച്ചമ്മ അവരേനെ കെട്ടിപ്പിടിക്കണു, സംസാരിക്കുന്നു. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, കലാവധി നിന്നെ കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഇനി ഞങ്ങൾക്ക് മരിച്ചാലും വേണ്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ കലാവധി അച്ഛമ്മ പറയാണ്, ഞാൻ എന്നും നിങ്ങളുടെ ഫോട്ടോ, ഞാൻ പോകുന്നിടത്തേക്ക് മുഴുവൻ നിങ്ങളുടെ ഫോട്ടോ ഞാൻ കൈപ്പിടിക്കാറുണ്ട്, ഞാൻ എന്നും അത് നോക്കും. നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളും നമ്മുടെ സങ്കടകരമായ നിമിഷങ്ങളും ഒക്കെ ഞാൻ ഓർക്കാറുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട് മനസ്സിൽ. ഞാൻ എന്തെങ്കിലും നിങ്ങളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിങ്ങനെ ഇത്രയും സന്തോഷമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ അത് ആരാധ ചോദിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് അത് ആരാധെന്ന്. അപ്പോൾ സച്ചി പറഞ്ഞു, അച്ഛമ്മേ അത് ആരാന്ന് പരിചയപ്പെടുത്താനാണ് രേവതി പറയണമെന്ന് പറയണം. അപ്പോൾ കലാവധി അച്ഛമ്മ പറയാണ്, ഇത് ആരാന്നറിയോ, എനിക്ക് 3 ഹൃദയമാണ്. ഒരു ഹൃദയം എൻ്റെയും പിന്നെയുള്ള എൻ്റെ 2 ഹൃദയം ഇവരുമാണ്. ഇതെൻ്റെ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് 6ാം ക്ലാസ് വരെ. ഞങ്ങളാണ് എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരു പായലുണ്ട്, ഒരു കിണ്ണത്തിലുണ്ട്, ഒരു പായലും ഉറങ്ങിയവരെ പോലെയാണ്. അപ്പോൾ അച്ഛമ്മയുടെ റീയൂണിയൻ ആണല്ലേ ഇത് ചോദിക്കുകയാണ് വർഷ. അപ്പോൾ അതിലത്തെ ഒരാൾ പറയാണ്, ഞങ്ങൾ ചെയ്യാത്ത കുരുത്തക്കേടുകളൊന്നും ഇല്ല മോളെ, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കാലാവധീനൊന്ന് കാണാൻ പറ്റുമെന്ന്, ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി എന്ന് പറയാണ്. എന്നിട്ട് വർഷ ശ്രീകാന്തിനോട് പറയാണ്, ശ്രീകാന്തേ നമ്മുടെ വയസ്സാം കാലത്ത് നമുക്കിങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വേണം കേട്ടോ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് കലാവധിയും കൂട്ടുകാരികളും തമ്മിൽ വർത്തമാനം പറഞ്ഞിട്ട് മതിയാവണില്ല കേട്ടോ അവർക്ക്. എന്നിട്ട് അച്ഛമ്മ വിളിക്കുകയാണ്, സച്ചിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സച്ചി എങ്ങനെയാണ് മോനെ നീ ഇവരെ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, അച്ഛമ്മ തന്ന ഫോട്ടോയുടെ, അച്ഛമ്മ എനിക്ക് കാണിച്ചു തന്ന ഫോട്ടോയുടെ ബാക്കിൽ ഇവരുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, ആ അഡ്രസ്സിലാണ് ഞാൻ തപ്പിപ്പോയത് പറയാം. അപ്പോൾ ഈ അഡ്രസ്സിൽ ഞാൻ തപ്പിപ്പോയപ്പോൾ ഇവരെ കണ്ടില്ലല്ലോ സച്ചി, ഞാൻ അവരവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അവരുടെ അവിടെ ഉണ്ടായിരുന്ന അടുത്തുള്ള താമസക്കാർ പറഞ്ഞു, അവർ ഇന്ന സ്ഥലത്താണ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ച് പോയി. അപ്പോൾ ആ സ്ഥലത്തുനിന്ന് അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ താമസിച്ചായിരുന്നവർ തന്ന അറിവ് വെച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ട് ഇവരെന്നെ കണ്ടുപിടിച്ചതെന്ന് പറയണം. അപ്പോൾ രേവതി പറയും, സച്ചേട്ട് ഇതിനു വേണ്ടി കുറേ ഓടിപ്പാഞ്ഞല്ലേ ചോദിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു രേവതി ഞാൻ എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാളെ കണ്ടുപിടിച്ചു, പിന്നീട് ഞാൻ അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത ആളെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അച്ഛമ്മ. എന്നിട്ട് ഞാൻ 2 പേരെയും കൈയോടെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്ത് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, സച്ചേട്ടൻ കുറേ കഷ്ടപ്പെട്ടല്ലേ ഇതിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ രേവതി വീണ്ടും പറയും, അതുകൊണ്ടാണ് സച്ചേട്ടൻ ഇത്രയും നേരം വൈകിയെന്ന് പറയും. അപ്പോൾ അതിലത്തെ ഒരാൾ പറയും, കലാവധി സച്ചി നല്ല മോനാണ് കേട്ടോ എന്ന് പറയുമ്പോൾ കലാവധി പറയും, അത് പിന്നെ ഞാൻ വളർത്തിയ എൻ്റെ മോനല്ല, ഞാൻ വളർത്തിയത് എൻ്റെ മോനെ, അപ്പോൾ പിന്നെ എൻ്റെ സ്വഭാവം അല്ലാതിരിക്കും അവന്. അപ്പോൾ സച്ചി ചോദിക്കുക, അച്ഛമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായി ചോദിക്കുമ്പോൾ, സന്തോഷമായി മോൻ, എൻ്റെ മനസ്സ് നിറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൊന്നാണ് ഇത് പറഞ്ഞിട്ട് അച്ഛമ്മ കരയാണ്. അങ്ങനെ അച്ഛമ്മയും കൂട്ടുകാരികളും തമ്മിൽ കുറച്ച് സമയം ചിലവഴിച്ചു. എന്നിട്ട് മറ്റൊരു പറയും, കല്ലും ദാച്ചും പറയും, കലാവധി ഞങ്ങൾക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി പറയുമ്പോൾ കലാവധി അച്ഛമ്മ എല്ലാവരെയും വിളിച്ചിട്ട്, ഇതെൻ്റെ മൂത്ത പേരക്കുട്ടി, ഇതെൻ്റെ മോൻ രവീന്ദ്ര, ഇതെൻ്റെ മൂത്ത പേരക്കുട്ടി ശ്രുതി, അവളുടെ ഭാര്യ, അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് കലാവധി അച്ഛമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ശ്രുതി പറയാം, അച്ഛമ്മ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാലോ അല്ലേ, ശ്രുതിക്ക് കഴിക്കാൻ വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയാം, ഇനിയിപ്പോൾ ആരെ കാത്തിരിക്കാനാ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോയ സമയത്ത്, ഇനി ഞാനത് മുറിക്കട്ടെ ചോദിക്കുക, അച്ഛമ്മ മുറിച്ചോളൂ അച്ഛമ്മയെ പറയുമ്പോൾ, അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ അച്ഛമ്മ കേക്ക് കട്ട് ചെയ്തിട്ട് കേക്കിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് രവീന്ദ്രൻ്റെ വായിൽ കൊടുക്കുമ്പോൾ രവീന്ദ്രൻ പറയും, എനിക്കല്ല അമ്മയുടെ ഹൃദയങ്ങളായ 2 പേർക്കും കൊടുക്കുക, അതാണ് അത് കണ്ടു നിൽക്കണം, ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ സന്തോഷം, അത് കൊടുക്കുക, അമ്മയുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറയട്ടെ, എന്നിട്ട് മതി ഞങ്ങൾക്ക് തരല്ലേ പറഞ്ഞിട്ട് കലാവധി അച്ഛമ്മ കേക്ക് കട്ട് ചെയ്തെന്നും അച്ഛമ്മയുടെ ഹൃദയങ്ങളായ കല്ലുവിനും ദാച്ചുവിനും കൊടുക്കുകയാണ്. അങ്ങനെ കേക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്, അങ്ങനെ കല്ലുവിനോടും അച്ഛനോടും അച്ഛമ്മ ചോദിക്കാൻ, നിങ്ങൾക്കിപ്പോൾ സന്തോഷമായിരിക്കും, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയാണ് അവർ. അങ്ങനെ അച്ഛമ്മയും കൂട്ടുകാരികളും കൂടി ഒരു ഭാഗത്തിരുന്ന് കേക്ക് കഴിച്ച് വിശേഷങ്ങളൊക്കെ പറയാണ്. കലാവധി നിൻ്റെ മുഖത്തെ തുടിപ്പൊന്നും ഒട്ടും മങ്ങിയിട്ടില്ല, നീ ഇപ്പോഴും ആ പണ്ടത്തെ ചുറുചുറുക്കോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. സത്യം പറയാലോ, നിന്നെ ഇപ്പോഴും നിൻ്റെ കെട്ടും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇപ്പോഴും കാണുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ ഒന്ന് പോടി എന്നൊക്കെ പറയണം. അപ്പോൾ ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് മനസ്സ് നിറഞ്ഞ്
ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വേറൊരാളുണ്ട്, വേറെ ആരുള്ള നമ്മുടെ സച്ചിയാണ്. അങ്ങനെ സച്ചിക്കുള്ള കേക്കായിട്ട് രേവതി വരുമ്പോൾ രേവതി പറയും നല്ല സന്തോഷത്തിലല്ല അച്ഛമ്മ ചോദിക്കുമ്പോൾ അതേ പറയും. അപ്പോൾ സച്ചി ചോദിക്കും എങ്ങനെയുണ്ട് എൻ്റെ ബർത്ത്ഡേ കുട്ടി കഴിക്കുമ്പോൾ അടിപൊളി വണ്ടറായില്ലേ സച്ചേട്ടാ, ഇത്രയും പ്രതീക്ഷിച്ചില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സച്ചേട്ടൻ്റെ പിറന്നാൾ സമ്മാനം എന്നൊക്കെ പറയണം. എന്നിട്ട് പറയാം എന്നാലും ഒരു വാക്ക് എന്നോടെങ്കിലും പറയായിരുന്നു സച്ചേട്ടൻ, നിന്നോട് പറഞ്ഞാൽ നീ അച്ഛമ്മോട് പറയും നിൻ്റെ മനസ്സിലിരിക്കില്ല എന്ന് എനിക്കറിയാം രേവതി, അതുകൊണ്ടാണ് പറയാഞ്ഞത് പറയണം. അതിങ്ങനെ ഞാൻ പറയാതിരിക്കുകയെന്ന്, എന്നാലും എന്നോടൊരു വാക്ക് പറയാമെന്ന് പറയുമ്പോൾ പറയും അത് അച്ഛമ്മ കിള്ളി ചോദിക്കും സച്ചി എവിടേക്കാണ് പോയി എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ മനസ്സിലിരിക്കില്ല രേവതി, നീ അത് എന്തായാലും പറയാം, അതുകൊണ്ടാണ് കേട്ടോ പറയാഞ്ഞെന്ന് പറയണം. ഈ സമയത്ത് മൂഡ് ഓഫായിട്ട് വേറൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്, വേറെ ആരുള്ള നമ്മുടെ ശ്രുതി മൂഡ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി കേക്ക് കൊണ്ട് വരികയാണ്. എന്ന് ചോദിക്കുക ശ്രുതി എന്താ ശ്രുതിക്കൊരു മൂഡ് ഓഫ് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചതേ ശ്രുതി സച്ചി അച്ഛമ്മയ്ക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അവൻ കൊണ്ടുവന്നത് ഒന്നൊന്നര ഗിഫ്റ്റായി പോയി, അവൻ നമ്മളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തായാലും അച്ഛമ്മയുടെ സമ്മാനം അവന് തന്നെ കിട്ടുമെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം അതൊന്നുമില്ല, നമ്മൾ ചെയ്തു കൊടുത്തില്ലേ, ഞാൻ മേക്ക് ഓവർ ചെയ്ത് കൊടുത്തില്ലേ, ശ്രുതി കരിമണിമാലയല്ലേ കൊടുത്തേക്കണം, അപ്പോൾ എന്തായാലും അത് സച്ചിക്ക് കിട്ടാമെന്ന് മുന്നിൽ നമുക്ക് തന്നെയാണ് അച്ഛമ്മയുടെ സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ശ്രുതി വീണ്ടും പറയണം നമ്മൾ രണ്ടുപേരും ഗിഫ്റ്റ് കൊടുത്തില്ലേ ശ്രുതി അച്ഛമ്മയ്ക്ക്, അവർ സച്ചി മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, രേവതി ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് തന്നെ കിട്ടുക. ശ്രുതി നോക്കിക്കോ എൻ്റെ കരുനാക്കാന്ന് പറയാണ്. ആണോ ആവോ അപ്പോൾ സമാധാനം എന്നൊരു കാര്യത്തിൽ മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി കേക്കിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ശ്രുതിയുടെ വായിൽ കൊടുക്കുകയാണ്. ഈ സമയത്ത് രേവതി ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിങ്ങനെ നോക്കണ സമയത്ത് സച്ചി കയറി വരുന്നു. സച്ചിയൊക്കെ രേവതി അല്ല നീ എന്താ അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചോദിക്കുകയാണ്. അത് ഗിഫ്റ്റായിട്ട് ഞാനൊന്നും മേടിച്ചിട്ടില്ല, പിന്നെ എന്താ കൊടുക്കണേ, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കാൻ പോകണേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ എന്താ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും അതേ ഞാൻ അച്ഛമ്മയുടെ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ദേവുവിൻ്റെ പേഴ്സണൽ ഫോൺ ഞാൻ മേടിച്ചായിരുന്നു, ആ ഫോണിലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം അടിപൊളി എന്നാൽ ഇപ്പം തന്നെ കൊടുക്കാം രേവതി, നമുക്കത് ടി വിയിലിട്ട് പ്ലേ ചെയ്തിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് കാണിക്കാം, വാ നമുക്ക് പോവാമെന്ന് പറയാണ് സച്ചി. അങ്ങനെ സച്ചി അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിലേക്ക് വരുമ്പോൾ കല്ലും ദാച്ചിയും ഒക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കലാവതി അച്ഛമ്മോട് പറയണ കലാവതി ഞങ്ങളെ ഇറങ്ങാണ് കേട്ടോ, സച്ചിമോനോട് ഞങ്ങളെ കൊണ്ടുപോയാക്കാൻ പറയാമെന്ന് പറയുമ്പോൾ കലാവതി ചോദിക്കുക അത് എന്തൊരു പറച്ചില്ല, നിങ്ങൾ എന്തിനാ ഇപ്പം തന്നെ പോകണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി അപ്പം അങ്ങോട്ട് കയറി വരും. അപ്പോൾ കലാവതി പറഞ്ഞു മോനെ സച്ചി ഇവർ പോവാത്ര പറയാം, അങ്ങനെ പോകാൻ പറ്റും അവിടെ ഇരിക്കുക ഒരു കാര്യം കൂടി ഉണ്ട് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എവിടെ ഇരിക്കുക ഒരു കാര്യം കൂടി ഉണ്ട്, പിന്നെ ശ്രീകാന്തിനോട് പറയും ശ്രീകാന്ത് ഈ ഫോണൊന്ന് ടി വിയിൽ പ്ലേ ചെയ്യിക്കടാന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ കൊണ്ട് ടി വിയിൽ ആ രേവതി എടുത്ത വീഡിയോ പ്ലേ ചെയ്യിക്കുകയാണ്. അങ്ങനെ അച്ഛമ്മ പറയാണ് എനിക്ക് 80 വയസ്സായി, 80 വർഷത്തെ അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമുക്ക് ഈ ജന്മം തന്ന ദൈവത്തിനോട് നന്ദി പറയാം, നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് ആസ്വദിച്ച് ജീവിക്കുക, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഒരാളോടും വെറുപ്പും വിദ്വേഷവും ശത്രുതയും വെച്ച് പുലർത്താതിരിക്കുക, എല്ലാവരോടും നല്ല സന്തോഷമായിട്ടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ വിജയങ്ങളും തോൽവികളും ഉണ്ടാകും, വിജയങ്ങളെ അത് വിജയമായിട്ട് നേരിടുകയും തോൽവികളെ നമ്മുടെ അനുഭവമായിട്ട് കണക്കാക്കുകയും ചെയ്യുക, എല്ലാവരോടും നന്മയോടും സ്നേഹത്തോടും കൂടി പെരുമാറാൻ പഠിക്കുക, ഒരാളെയും വെറുപ്പിക്കാതിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെ പറയാണ്. പിന്നെ പറയണേ ഇതെൻ്റെ മോൻ രവീന്ദ്രൻ, എൻ്റെ ഒരേ ഒരു മകനാണ്, ഇവനാണ് എൻ്റെ ജീവനും ജീവിതവും എല്ലാം. നമ്മൾ പറയാറില്ലേ നമുക്ക് ജീവിക്കാൻ ഒരു ശ്വാസം വേണം എന്നൊക്കെ, ഇവൻ എൻ്റെ ശ്വാസമാണ്, എനിക്ക് ഇവനെ പറ്റിയിട്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നിട്ട് വളരെ വികാരത്തോടു കൂടി കലാവതി അച്ഛമ്മ പറഞ്ഞു നിർത്തുന്ന ഭാഗത്ത് വീഡിയോ അവസാനിക്കുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ്. അങ്ങനെ വീഡിയോ കണ്ട് എല്ലാവരും കൈയടിച്ചുകൊണ്ട് നിൽക്കുന്ന നിമിഷത്തിൽ അച്ഛമ്മ പറയാണ് രേവതിനെ വിളിച്ചിട്ട് ഇങ്ങ് വാ പറയുക. അപ്പോൾ എന്താ അച്ഛമ്മ ചോദിക്കുമ്പോൾ ഇങ്ങ് വാ മോളെ പറയാണ്. രേവതി അടുത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛമ്മ പറയാണ് നീയും സച്ചിയെ പോലെ എന്നെ തോൽപ്പിച്ച് കളഞ്ഞ് മോളെ, എനിക്ക് ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞത് നിൻ്റെ ചോദ്യങ്ങൾ കാരണം കൊണ്ടാണ് പറയുമ്പോൾ രേവതി പറയാം അച്ഛമ്മ എനിക്ക് അറിഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛമ്മേനെ വിട്ട് രേവതി അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോഴും മുഖം പോകുന്ന 2-3 കൂട്ടരുണ്ട്, ഒന്ന് ശ്രുതി ചന്ദ്ര, ഇവർക്കൊന്നും മുഖം തെളിച്ചില്ല, കാരണം രേവതി സച്ചി എല്ലാവരും ഞെട്ടിച്ചളഞ്ഞേക്കാണ് ഭാഗമാണല്ലോ. അങ്ങനെ അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇരിക്കണത്. അങ്ങനെ അച്ഛമ്മ രേവതിനെ ചേർത്ത് പിടിച്ചല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയണം അമ്മയുടെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലേ, ഇതൊക്കെ ഇപ്പോഴല്ലേ അറിയണ, ഇത് മുൻകൂട്ടിയിട്ട് അമ്മ പറഞ്ഞായിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പ് അമ്മ പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ ചിലരെങ്കിലും നന്നായേനെന്ന് പറയണ രവീന്ദ്രൻ വളരെ
വികാരം കൊണ്ടാണ് അത് പറയണത്. ഒരു മോനെ സച്ചി, ഈ വീഡിയോ ദിവസം ഇവിടെ പ്ലേ ചെയ്യിക്കണം, ആരെങ്കിലും നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് പറയണം. സച്ചി പറയാം അതൊക്കെ പ്ലേ ചെയ്യാച്ചാൽ നമുക്ക് 1 വീതം 3 നേരം നമുക്ക് പ്ലേ ചെയ്യാമെന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയും ഇതാണ് എൻ്റെ അച്ഛമ്മയ്ക്കുള്ള എൻ്റെ ചെറിയൊരു പിറന്നാൾ സമ്മാനം എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും അപ്പോൾ എല്ലാവരും പിറന്നാൾ സമ്മാനമൊക്കെ കൊടുത്തില്ല, ഗിഫ്റ്റൊക്കെ കൊടുത്തില്ല, അച്ഛമ്മ ഇനി അച്ഛമ്മയുടെ സമ്മാനം ആർക്കാന്ന് പറയാമെന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയും എൻ്റെ സമ്മാനം ആർക്കാന്നല്ലേ ഞാൻ പറയാട്ടോ എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്, ആർക്കായിരിക്കും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ കേൾക്കണ ചന്ദ്രമതി ഭാമയോട് പറയണ എന്തായാലും അമ്മയുടെ പിറന്നാൾ സമ്മാനം എന്തായാലും ശ്രുതിക്ക് തന്നെ ആയിരിക്കും, അതിലൊരു സംശയവും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രമതി അങ്ങനെ വിചാരിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പന്തിപ്പൂ അവസാനിക്കുന്നത്. അപ്പം നാളത്തെ കഥയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.